didn't even get to cross. ഹലോ ഗൈസ്, എല്ലാവർക്കും കൂടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളാണ് നല്ലൊരു ബിയർ അങ്ങോട്ട് മാച്ച് ചെയ്യുമ്പോഴാണ് ആദ്യമേ തന്നെ ഞാൻ ചത്തപ്പയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കാര്യം ഓർത്തത്. അതുകൊണ്ടാണ് ടീച്ചർക്കനാണ് കളിക്കുന്നത്. ഇവനാണെങ്കിൽ പിന്നെ പട്ടിനൂപ പറയണ്ടല്ലോ, വലിയ അടിയൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ ആദ്യ റൗണ്ട് തന്നെ അവന്മാർ കാലവാരി വിത്തി ഒട്ടിച്ച് നമ്മളെ. ആദ്യ റൗണ്ട് വിജയകരമായി നമ്മൾ തോറ്റുകൊണ്ട് നമ്മൾ രണ്ടാം റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു ഗൈസ്. രണ്ടാം റൗണ്ട് ഈ റൗണ്ട് നമ്മളൊരു ഡെസേർട്ടും ഗ്ലൂവാളുമാണ് കേസ് എടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ വെച്ച് പിടിയാണ്, എന്ത് പറയാനല്ലേ. ഈ റൗണ്ട് നമ്മൾ വലുതായിട്ട് വലിയൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഈ സാമാനം തുറക്കണ്ടേ, ഇത് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ സാധനം തുറക്കണ്ടേ. 4 3 2 1 0 തുറയടാ. നമ്മൾ തുറന്നു. ഇവിടെ പിന്നെ ഞാൻ എപ്പോഴും അറിയില്ല, ഞാൻ ഇവിടെ സാൻഡിനിട്ടിട്ടാണ് പോകുന്നത്. അയ്യോ ബെസ്റ്റ്, സാൻഡിനോട്ടം നന്നായി. ചാടിയത് വെളിയിലോട്ടായിരുന്നു. സാരമില്ല, ഈ റൗണ്ട് ഇവിടെ നോക്കിയപ്പോഴാണെങ്കിൽ അമ്മ വണ്ടാ പിടിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് കിട്ടണ്ടേ. അപ്പോൾ എനിക്ക് ഇനി അവിടെ നിന്ന് ശരിയാകത്തില്ല. ഈ റൗണ്ട് നമ്മൾ തോൽക്കും തോന്നുന്നു. പക്ഷേ ഈ റൗണ്ട് ഞാനിവിടെ എന്തോ വായി നോക്കി ഇരിക്കുവാണേ. ഈ റൗണ്ട് നമ്മൾ ടീമേറ്റ് അവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് സാൻഡിനിട്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നെ അവിടെ അവനെ നോക്കിയിട്ട് ഞാൻ പിന്നെ ആ കില്ല് ഫിനിഷ് ചെയ്തു. കാരണം 2 പേര് ഫിനിഷ് ആവണം. പക്ഷേ ഞാൻ എൻ്റെ മറ്റേതും കൂടെ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ സെറ്റാണ്. നമ്മുടെ ടീമേറ്റ് അവൻ അവിടെ നോക്കിട്ട് പിന്നെ ഒരുത്തനും കൂടെ ഒറ്റയ്ക്കൊരുത്തൻ. അപ്പോൾ ആ ഒരുത്തനെ തപ്പി ഞാനും കരുത്തി നടക്കുവാണ്. ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ നിന്ന് വേറെ ആരും കാണുന്നില്ല. വീണ്ടും ഇങ്ങനെ വാഴ നോക്കലോ അങ്ങനെ നോക്കി ഇവിടെ നിന്ന് എനിമിയെ കാണാൻ വേണ്ടി നമ്മൾ എന്തോ എടുക്കാനാണ്. പക്ഷേ ഇവിടെയൊക്കെ പുസ്റ്റപ്പുണ്ട്, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. തറയാണെന്നാണ് തോന്നുന്നത്. തറ ചാടിയപ്പോൾ തറയിലും ഇല്ലേ. പെട്ടെന്ന് നോക്കിയപ്പോൾ കൊണ്ട് അവിടെ എടുത്തു. പിന്നെ അവന് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്ക് അവൻ കണ്ടം വഴി വിട്ടു. എന്നിട്ട് അപ്പോൾ അവൻ നല്ല രീതിയിൽ തന്നുകൊണ്ട് നമ്മളിവിടെ മാറി നിന്നൊരു അവിടെ സാൻഡിനിട്ട് ഇവിടെ സൂപ്പർ മണ്ടയ്ക്കിട്ട് അടിക്കാൻ നിന്നേ. എന്നിട്ട് അങ്ങോട്ട് ചാടിയപ്പോഴത്തേക്ക് കളി കഴിച്ച് വെട്ടി. അപ്പോൾ നമ്മൾ വീട് സാൻഡിനുണ്ട് ഇവിടെ ചാടി. സാൻഡിന് കളയുമ്പോൾ ഒരു മനസ്സുഖമല്ലേ. നമ്മളങ്ങനെ 3ാമത്തെ റൗണ്ടിലേക്ക് വന്നേ. 3ാമത്തെ റൗണ്ട് ഞാൻ എന്തിട്ട് എടുക്കുന്ന MP5 എന്ന് തോന്നുന്നു. അല്ല UMP അല്ല മാഗിട്ട് കുത്തിപ്പിടി. വീണ്ടും സ്ഥലമോ ഞാനത് റീടേക്ക് അടിച്ചെന്ന് തോന്നുന്നു. എന്നിട്ട് MP5 എടുത്ത് MP5 ഡബിൾ സെക്കൻഡ് മാക്സ്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് വെച്ച ഓട്ടം എന്നെത്തുകൊണ്ട് അങ്ങനെ ഓടി അടിച്ചുമ്പോൾ ഇമോട്ട് ഇട്ടുണ്ട്. ഞാൻ ഈ ഇവിടെ ഇമോട്ട് ഇരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ ഞെക്കി കൊണ്ടിരുന്ന ആദ്യത്തെ ഇമോട്ട് മാത്രം ഇങ്ങനെ അൺലിമിറ്റഡായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് അവിടെ ഇരുന്ന്. പിന്നെ ഇവിടെ ആണെങ്കിൽ എനിമി കണ്ടു. ഇവിടെ സാൻഡിനും ഇട്ടു കേസ്. ഇവിടെ സാരിയിലും ഇട്ടിട്ട് നൈസായിട്ട് ഇവിടോട്ട് ചാടി വന്നപ്പോഴത്തേക്ക് അപ്പുറത്ത് എനിമീസ്. പക്ഷെ ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഒന്നും എനിമി കാണുന്നില്ല. പെട്ടെന്ന് കൊണ്ടില്ല അവിടെ. പക്ഷെ ഞാൻ ഒരുത്തൻ നല്ല രീതിയിൽ ഡാമേജ് എടുത്ത് സാരി കൊണ്ട് ഇപ്പുറത്തൊന്ന് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കൊണ്ടില്ല അവിടെ ഗ്ലൂവാൾ കണ്ടേ. ഞാൻ പെട്ടെന്ന് കൊണ്ട് ഇവിടോട്ട് വന്നിട്ട് വീണ്ടും ഞാൻ അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഇന്ന് ശരിയാകത്തില്ല. ഇവിടെ നേരെ ഞാൻ സ്പോട്ടിൽ ഇപ്പുറത്തെത്തി. എന്നിട്ട് ഇവിടെ ഇന്ന് ഒരു മെഡിക്കറ്റ് അടിച്ചണമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടെന്ന് തന്നെ നമുക്ക് ലൈഫ് ഫുള്ളാവില്ല. അപ്പോഴത്തേക്കും കൊണ്ട് നമ്മൾ ടീമേറ്റ് വെച്ചടി അവിടെ. പക്ഷെ അവനവിടെ 2 പേരും തീർത്ത് കഴിച്ചു. ഇതെല്ലാം നോക്കിട്ട് അപ്പോൾ നമ്മൾ അടുത്തവൻ ലാസ്റ്റ് ഫൈനൽ എടുത്ത് നോക്കിയപ്പോൾ ടീമേറ്റിനെ നോക്കൊക്കെ ആക്കി. അപ്പോൾ കൊണ്ടല്ല അവൻ അവിടെ ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അവിടെ നിന്ന് ശരിയാകത്തില്ലെന്ന് വിചാരിച്ച് തറയിൽ ഇറങ്ങിയ ഒരു ഗ്ലൂവാൾ വിട്ടു. ഇവിടെ അവനെ കാണണ്ട. ഇവനെ നോക്കി അവൻ ഒരു ചാട്ടം ചാടും, ഞാൻ 14 അത്രയും കൊടുക്കും. ടീച്ചർക്ക് ഓറിയോ ഉണ്ടിട്ട് വലിയ കാര്യമില്ല, ചാടാൻ പറ്റത്തില്ലല്ലോ. ഇത് വീണ്ടും ഇവൻ ചാടും, ഞാൻ കൊടുക്കും. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ സ്കോപ്പ് ചെയ്ത് പിടിക്കുന്നതിന് ഉണ്ട്. സാൻഡിനൊക്കെ ചുമ്മാ സാൻഡിനിട്ട് കളഞ്ഞു. ചുമ്മാ എന്തുവരെ ഒറ്റൊരുത്തനുള്ളൂ. നമ്മൾ ടീമേറ്റ് ഒരുത്തനൊക്കെ നോക്കിയത് അവനെ നോക്കായി മറ്റവൻ ഡെഡുമായി. അത്രേ ഉള്ളൂ. നമ്മുടെ 3ാമത്തെ റൗണ്ടിലൊക്കെ നമ്മൾ വെച്ചങ്ങ് പിടിച്ചിട്ടുണ്ട്. 3ാമത്തെ റൗണ്ട് നമ്മുടെ ഏതോ ഒരു സ്ഥലം. ഈ മാപ്പിലെ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. നമ്മൾ MIT എടുത്തോ ഇല്ല, MIT റിട്ടേക്ക് അടിച്ചെന്ന് ബെസ്റ്റ് ഹെൽമെറ്റും ഗ്ലൂവാളും എടുത്തിട്ട് വീണ്ടും വാങ്ങി നോക്കാം. എന്നിട്ട് ഈ സാമാനം തുറക്കാൻ വെയിറ്റ് ചെയ്യണം. തുറക്കണ്ടേ. എത്ര ഇപ്പം നോക്കട്ടെ സെക്കൻഡ്. തുറന്നു. നമ്മൾ നേരെ ഇവിടുന്ന് വിട്ട് ഇതുവരെ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടുന്ന് വിട്ടിട്ട് നമ്മൾ നേരെ കണ്ട് ഇവിടെ എത്തി. ഇവിടെ ആണെങ്കിൽ വലുതായിട്ട് ഇപ്പോൾ ഒന്നും ഇനിയും കാണുന്നില്ല. ഞാൻ നേരെ ഇവിടെ സാൻഡിൽ ഇട്ടിട്ട് കറങ്ങിപ്പോന്ന് വിചാരിച്ചു. അത് പെട്ടെന്ന് അപ്രത്യക്ഷം കളി കളിക്കാലോ. നമുക്കിപ്പോൾ ഇവിടെ ഒരു എനിമി. ഇവിടെ ഞാൻ ഒരുത്തന്നെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവിടെ വേറെ എനിമി ഉണ്ടല്ലോ. അപ്പോൾ നൈസായിട്ട് വീണ്ടും അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു.
അവിടെ വന്നപ്പോഴത്തേക്കല്ല അവൻ റിവൈവിങ് മറ്റേ സാധനം തൂക്കി എറിഞ്ഞു. എന്തുവാ മറ്റേ എന്താ ഇത് സ്നോയുടെ സാധനം എന്തുവായിരുന്നു ആ സാധനം. അത് തൂക്കി എറിഞ്ഞപ്പോഴത്തേക്ക് ഒരു നോക്ക് കിട്ടിയ മറ്റേ സാധനം കിട്ടുക. അവൻ ഇനി റിവൈവ് ചെയ്താലും വലിയ കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ പൊട്ടിക്കാന്ന് വിചാരിച്ചു. പൊട്ടിച്ചപ്പോഴത്തേക്ക് ഒരുത്തനെ നോക്കിട്ടെ, ഒരുത്തനെ അവനെനിക്ക് ഫുൾ ഡാമേജ്, മറ്റേനെ നോക്കിട്ട് ഫിനിഷ് ചെയ്യാൻ നിൽക്കുകയാണ്. അഥവാ ഞാൻ ചത്താലും കില്ല് ഫിനിഷാണ്. കാരണം എന്നാൽ കില്ലെങ്കിലും കിട്ടട്ടെ. എന്തെങ്കിലും നമ്മുടെ ടീമേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവന്മാർ ചിലപ്പോൾ റിവൈവ് ചെയ്ത് കഴിഞ്ഞാൽ റിവൈവ് ചെയ്തിട്ടിരിക്കും. പെട്ടെന്ന് നമ്മുടെ ടീമേറ്റ് കില്ലെടുത്ത് അക്കളയും പോയി അടിച്ച് ചെയ്യും. അങ്ങനെ 3-1. ഇവിടെ വെച്ചൊക്കെ അവന്മാർ കംബാക്ക് നടത്തുന്നുണ്ട് ഈ റൗണ്ട്. ഇവിടെ ആണെങ്കിൽ ഞാൻ ഏതാണ് ഗണ്ണ് MP5 മാക്സ് ആക്കി. പിന്നെ ഒരു ഗ്രോസറിയും എടുത്ത്, ബ്ലൂ വാളും എടുത്ത്, പിന്നെ എൻ്റെ മച്ചുറൂം നോക്കിയപ്പോൾ MP40. അപ്പോൾ MP40 എടുക്കാൻ അതിയായിരുന്നു കണ്ടില്ല. പിന്നെ ഞാൻ കണ്ടത് അപ്പോൾ നേരെ അതും എടുത്ത് നേരെ ഇവിടെ എന്താണ് തുറക്കാത്തത്, എന്താ തുറക്കാത്ത തുറന്നപ്പോൾ തന്നെ നേരെ നമ്മൾ ഇവിടെ ആയിട്ട് സാനിറ്റിന് കിട്ടി. ഇവിടെ സാനിറ്റിന് കൊണ്ടുമ്പോൾ അതുകൊണ്ട് അവിടെ തട്ടിക്കും. നേരെ ആണ്ട് ഇവിടെ വന്ന് നോക്കിയപ്പോഴെങ്കിൽ ഇവിടെ ഒന്നും ആണ്ടോ ഫുൾ എനിമിയെ പെട്ടെന്ന് ടീമിട്ട് ഒരുത്തൻ നോക്കാം. ഞാനപ്പോൾ അവിടെ ഗ്ലൂവാൾഡിൽ അവനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുറമെ എനിമി തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ചെന്ന് അവനെ അടിച്ചു. അപ്പോൾ ഞാൻ അവനെ നോക്കിയിട്ടിട്ട് വീണ്ടും ഞാൻ ആ കില്ല് ഫിനിഷ് ചെയ്ത് ഇപ്പുറത്തെത്തിയപ്പോൾ ഇവിടെ ഒരു എനിമി. അവനെ നല്ല ഫുൾ ഡാമേജ് അവനെ നോക്കായി. അവനെയും കുത്തിപ്പിടിച്ച് നോക്കിയിട്ട് അടുത്ത എനിമി പക്ഷേ എൻ്റെ ഗ്ലൂ പെട്ടെന്ന് നമ്മുടെ ടീമേറ്റ് ആ കില്ല് ഫിനിഷ് ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ചോദിച്ചു. അങ്ങനെ ഈ കില്ലും കൂടെ ഫിനിഷ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് നോക്കായി. അപ്പോൾ ഞാൻ നേരെ ലെഫ്റ്റ് ഓടി ചാടിക്കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് അവനെ അടിച്ചിട്ടു. അപ്പോൾ നമ്മൾ 2 പേര്, അപ്പുറത്ത് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊന്ന് അപ്പുറത്ത് 3 പേരാണ്. അങ്ങനെ ഈ റൗണ്ട് ഞാനാണ് ഈ വെച്ചടിയാൽ വെച്ചടിയായിരുന്നു. ഇവിടെ ഞാൻ തറയിൽ ചാടുമ്പോഴൊക്കെ എനിക്ക് പണിയാണെന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ടീമേറ്റിന് നല്ല അടി കിട്ടിയേ. പെട്ടെന്ന് അവന്മാരവിടെ തറ ചാടുന്ന വിചാരിച്ച് ഞാൻ നോക്കിയിരുന്നു. പക്ഷേ എവിടുന്ന് അവന്മാർ തറ ഒന്നും ചാടിയില്ല. അങ്ങനെയാണ് നമ്മുടെ മണ്ടയിലുള്ളവനെ അടിക്കാൻ നോക്കുന്നുണ്ട്. ഡെസേർട്ട് ഇട്ട് ഗ്രോസ് ഇട്ട് മാറി അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എവിടുന്ന് ഒന്നും കൊള്ളുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ടീമേറ്റ് ഇവിടെ ഫുഡ് സ്റ്റെപ്സ് അവന്. അപ്പോൾ ഞാൻ നേരെ ഇതൊരു കറങ്ങി പോകാന്ന് വിചാരിച്ച് ഇവിടെ എത്തിയപ്പോൾ അവൻ്റെ ഇച്ചിരിയൊക്കെ അടിയുണ്ട്. പക്ഷേ നമ്മുടെ ക്യാരക്ടർ ഉണ്ടല്ലോ എന്ത് HP കിട്ടുന്നത്. അവിടെയൊക്കെ നമ്മുടെ ടീമേൻ്റെ അടുത്ത് ഫുഡ് സ്റ്റെപ്സ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് വരില്ല, അവിടെ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ പറന്ന് അവിടെ എത്തിയപ്പോൾ നമ്മുടെ ടീമേറ്റിനെ പുറവിൽ നിന്നൊക്കെ അടിക്കുക പുള്ളിക്കാരൻ. അപ്പോൾ ഞാൻ നേരെ ഇവിടുന്ന് വീണ്ടും അവിടെ എത്തി. ഇവിടെ സെൻറ്ററിൽ ചെന്നിരുന്നു. എനിക്ക് ഈ കളി പോയി അടിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ സെൻറ്ററിൽ തന്നെ കയറിയിരുന്നു. പെട്ടെന്ന് നമ്മുടെ ടീമേറ്റിനെ വെച്ചിട്ട് അടിച്ച് എന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല അവൻ അടിക്കുമെന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ അടിക്കുമെന്ന്. ഞാൻ എന്തായാലും നമ്മുടെ ടീമേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വലിയ ഇതൊന്നുമില്ല. നമ്മുടെ ടീമേറ്റ് ഉണ്ടല്ലോ, പക്ഷെ നമ്മുടെ ടീമേറ്റ് സ്പോട്ടിൽ കില്ല് ഫിനിഷ് ചെയ്തു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ലവ് യു ഓൾ. ബൈ പീസ് ഔട്ട്. खत्म. बाय बाय, टाटा, गुड बाय, गया.